നമുക്ക് യു എസിനെ കുറിച്ചൊന്ന് നോക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണ്. ഒരുപാട് മലയാളീസ്, ഒരുപാട് ഇന്ത്യൻസ് സെറ്റിൽ ആയിട്ടുള്ള രാജ്യമാണ്. ഒരുപാട് ഇന്ത്യൻസ് അവിടെ പോയി കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെ ഹയർ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്നാൽ റീസെൻ്റ്ലി യു എസിലോട്ടുള്ള ഡിമാൻഡ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും പലരും യു എസ് എ കൺസിഡർ ചെയ്യാറില്ല. പ്രധാനമായിട്ടും അവിടുത്തെ വിസ കോംപ്ലിക്കേഷൻസും പിന്നെ അവിടുത്തെ കോഴ്സിൻ്റെ ഫീസുമാണ് പലരും കാരണമായിട്ട് പറയാറ്. പക്ഷേ യു എസിൽ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓസ്ട്രേലിയ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പലപ്പോഴും ഓസ്ട്രേലിയയുടെ ഫീസും അതേപോലെ അവിടുത്തെ ലിവിങ് കോസ്റ്റും കാര്യങ്ങളെല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ അത്രയും എക്സ്പെൻസസ് ഒരു പക്ഷേ യു എസ് വരാൻ വളരെ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇന്ത്യൻസ് അവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് സത്യൻ നദല്ല തുടങ്ങി പലരെയും, സുന്ദർ പിച്ചെ, അതേപോലെ പലരെയും നിങ്ങൾക്ക് അറിയാം. അവിടുത്തെ പ്രമുഖ പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ഹെഡ് ചെയ്യണത് പല കമ്പനിയിലും ഇന്ത്യൻസ് ആണ്. അപ്പോൾ ലോകത്ത് നമ്മൾ അറിയപ്പെടുന്ന പല കമ്പനികളുടെയും ഹെഡ് ഓഫീസ് യു എസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ യു എസ് ബേസ്ഡ് കമ്പനികളാണ് പല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന യൂട്യൂബ് അടക്കം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അടക്കം ഉള്ള പല കമ്പനികളുടെയും ഹെഡ് ഓഫീസ് അവിടെയാണ്. അതുകൊണ്ട് തന്നെ യു എസ് ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. യു എസിൽ ബേസിക്കലി എല്ലാ പ്രൊഫഷൻസിനും ജോലിയുണ്ട്, അല്ലെങ്കിൽ എല്ലാ ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും യു എസിൽ ജോബ് പോസിബിലിറ്റീസ് ഉണ്ട്. അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണെന്ന് നമുക്കറിയാം. ആ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെയിൻ കോമ്പറ്റീഷൻസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ വളരെ അധികം എക്സീഡ് ചെയ്യാൻ താല്പര്യമുള്ള, നിങ്ങളുടെ കരിയറിൽ ഒരുപാട് എക്സീഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട ഒരു രാജ്യം തന്നെയാണ് യു എസ് എ. യു എസ് എയിൽ ബേസിക്കലി നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസിനും അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും അപ്ലൈ ചെയ്യാം. യു എസിൽ ഡിഗ്രി പ്രോഗ്രാം 3 to 4 ഇയേഴ്സും മാസ്റ്റേഴ്സ് പ്രോഗ്രാം അപ് ടു 2 ഇയേഴ്സുമാണ് സാധാരണ വരാറ്. ഇനി ബോത്ത് കോഴ്സസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ സ്റ്റെം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 3 ഇയേഴ്സ് സ്റ്റേ ബാക്കും. അതല്ല നിങ്ങൾ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാത്ത സ്ട്രീംസിൽ നിന്ന് എടുത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ ഓഫ് സ്റ്റേ ബാക്കുമാണ് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത്. യു എസിൽ പൊതുവേ പാർട്ട് ടൈം അവൈലബിൾ അല്ല എന്നൊരു ഇത് പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി യു എസിൽ പാർട്ട് ടൈം അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് യു എസിൽ പാർട്ട് ടൈം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് യു എസിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇൻസൈഡ് ദ ക്യാമ്പസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ക്യാമ്പസിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടോ അതിൽ നിങ്ങൾക്ക് പോയി പാർട്ട് ടൈം ചെയ്യാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കൺസേൺ റേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 6 months മുമ്പ് നിങ്ങൾക്ക് വിത്ത് യൂണിവേഴ്സിറ്റി കൺസേൺ നിങ്ങൾക്ക് പുറത്തു പോയി പാർട്ട് ടൈം ചെയ്യാവുന്ന പോസിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് ഏൺ ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് എല്ലാം അവിടെ തന്നെ ഉള്ളത്. കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് കൂടുതലും ഈ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. യു എസ് എ എന്ന് പറഞ്ഞൊരു കൺട്രി വളരെ വാസ്റ്റ് ആയിട്ടൊരു കൺട്രിയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ കൺട്രിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇനി അതല്ല, ഈ ഒരു യു എസ് ഡിഗ്രി വേൾഡിൽ അത്രയും റിനൗണ്ട് ആണ്. യു എസിൽ നിങ്ങളൊരു ഡിഗ്രി എടുത്തു എന്നുള്ളത് ഗ്ലോബലി അത്രയും ആക്സെപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്കോ കാനഡയിലേക്കോ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറാൻ നിങ്ങൾക്ക് യു എസ് ഡിഗ്രി ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസിൽ നിങ്ങൾക്ക് സാലറി പേയ്മെൻറ്റ് വളരെ ഹൈ ആണ്. മറ്റുള്ള ഏത് കൺട്രിയിലെ ഏത് കമ്പനി വെച്ച് നോക്കിയാലും യു എസിൽ നിങ്ങളുടെ സാലറി ലെവൽ വളരെ ഹൈ ആണ്. നിങ്ങളവിടെ കോഴ്സ് കഴിഞ്ഞ് ഒരു സ്പോൺസറിനെ കണ്ടുപിടിച്ചു H1B വിസയിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് കൺട്രിയിൽ നിന്നും നിങ്ങൾ ഏൺ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഹയർ സാലറി നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി യു എസിലുണ്ട്. H1B വിസയിൽ നിന്നിട്ട് നിങ്ങൾക്ക് അതിനുശേഷം PR അല്ലെങ്കിൽ ഗ്രീൻ കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്കുണ്ട്. യു എസിൽ
മെയിനായിട്ടും എല്ലാവരും പറയുന്ന വിസ പ്രൊസീജിയേഴ്സ് എന്നല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിസ എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഇനി ഞാൻ എത്തുന്നത്. ബേസിക്കലി നിങ്ങൾ US വിസ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾ നാട്ടിൽ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് അക്രഡിറ്റഡ് ചെയ്യണം. അതിന് അതിൻ്റെതായ ഏജൻസി ഉണ്ട്. ആ ഏജൻസി വഴി നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അക്രഡിറ്റ് ചെയ്ത് നിങ്ങൾ US ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ ഈ അക്രഡിറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം അവർ നമ്മളുടെ ഏതെല്ലാം സബ്ജക്ട്സ് നമ്മൾ പഠിച്ചതിന് എത്ര ക്രെഡിറ്റ് സ്കോർ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആ സബ്ജക്റ്റിൽ പോസിബിൾ ആണോ, നമുക്ക് ആ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഫീഡ്ബാക്ക് തരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് US അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ക്രൈറ്റീരിയ ഉണ്ട്. IELTS TOEFL നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം. ഈ IELTS TOEFL വെക്കാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ US ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്കോളർഷിപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ US സ്കോളർഷിപ്പ് കിട്ടാറില്ല എന്ന് പലപ്പോഴും പരാതി കേൾക്കാറുണ്ട്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. US യൂണിവേഴ്സിറ്റിയിൽ നല്ല സ്കോളർഷിപ്പ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. പല രീതിയിലാണ് അല്ലെങ്കിൽ പല ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ആ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഒരു കാര്യം ഒഴികെ അവിടെ സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ US ഇപ്പോൾ നമ്മൾ കാനഡ പറയുമ്പോൾ പൊതുവെ കാനഡ മൊത്തത്തിൽ ഭയങ്കര തണുപ്പാന്ന് പറയും. പക്ഷേ US തന്നെ നമുക്ക് പല റീജിയണിലും പല വെതർ കണ്ടീഷൻസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഉള്ളൊരു ഓപ്ഷൻ നമ്മൾക്ക് വെതർ കണ്ടീഷനും കാര്യങ്ങളും നോക്കി നമുക്ക് വേണമെങ്കിൽ മാറാൻ നമുക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും US ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു നേഷനാണ്. നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും അങ്ങനെ നമ്മളുടെ കഴിവുകളെ എക്സ്പ്ലോർ ചെയ്യാനും പോസിബിലിറ്റി ഒരു നേഷനാണ് USA. അവിടെ സെൽഫ് ലേണിങ്ങും സെൽഫ് സ്റ്റഡിയുമാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു രാജ്യം തന്നെയാണ് USA. പ്രധാന കാരണം US ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. ഒരുപാട് റിക്വയർമെൻറ്റ് അവിടെയുണ്ട്. ഇപ്പോഴും അവിടെ US യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ എടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഹയർ സ്കോറിൽ പാസ്ഡ് ഔട്ട് ആവുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ വളരെ ഹൈ ഡിമാൻഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രത്യേകിച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പോസിബിലിറ്റി ഉള്ളത് ആ ഒരു കാര്യമായിരിക്കും. ഇപ്പോഴും US MBBS ഡോക്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. IT ടെക്നിക്കൽ പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. ഇനി US ഏകദേശം എത്ര ഫീസ് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൺ ആൻ ആവറേജ് ഒരു $25,000 തൊട്ട് എത്ര വരെ ഒരു 80,000 വരെ വരാം, ഡിപ്പെൻഡിങ് ഓൺ യൂണിവേഴ്സിറ്റി, ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സ്. അത് നിങ്ങൾ ഏത് ലൊക്കേഷനിൽ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ തന്നെ നിങ്ങളുടെ മാർക്കും മറ്റുള്ള ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോളർഷിപ്പ് വരെ പോസിബിലിറ്റി ഉള്ളൊരു സ്ഥലം കൂടിയാണ് USA. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ലിവിങ് എക്സ്പെൻസ് ഡെഫിനറ്റ്ലി കാണിക്കണം. ഏകദേശം $24,000 നിങ്ങളുടെ അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് കാണിക്കണം. 24 അത് അപ് ടു 3 months ഓഫ് ബാലൻസ് കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് ലെറ്റർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വേണം. US ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് നിങ്ങളുടെ ഇവിടുത്തെ വിസ ഇൻ്റർവ്യൂ ആയിരിക്കും. ഈ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ ഓൺ പേഴ്സൺ തരാൻ നമ്മൾ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ് ബൈ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് USA പഠിക്കാൻ താല്പര്യമുള്ള, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ മറ്റേതെങ്കിലും കൺട്രീനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കൊരു ലോൺ കിട്ടുക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയതിന് ശേഷം ലോണിനൊക്കെ പോകാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. അതുപോലെ SOP പ്രിപ്പറേഷൻ, ഇതെല്ലാം നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ്. ക്രിയേറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് SOPs. ഞങ്ങൾ SOPസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പ്ലീസ് കോൺടാക്ട് us. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം.
സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.